എല്ലാവർക്കും നമസ്കാരം. മാടമ്പ് ഓർമ്മ 2026 അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാക്കുകൾക്ക് ജീവൻ നൽകി, കഥകൾക്ക് ആത്മാവ് നൽകി, കേൾവിക്കാരനെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കഥ പറച്ചിലിൻ്റെ മാന്ത്രികൻ ശ്രീ പ്രിയരാജ് ഗോവിന്ദരാജിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ സൗമ്യനായിട്ട് ഇരിക്കുന്ന ഈ പ്രിയൻ ഒരു ഭയങ്കരനാണ്, ഒരു ഭീകരനാണ്. ഞാൻ പ്രിയൻ കഥ പറഞ്ഞ് ആക്ച്വലി ഞാൻ കണ്ടിട്ടില്ല മുഴുവനും കേട്ടോ. ഞാനും ഈ സോഷ്യൽ മീഡിയയിൽ കൂടി കണ്ടിട്ടുള്ള, അല്ലാതെ ഒരെണ്ണം മുഴുവനായിട്ട് ഞാൻ ഫുൾ ലെങ്ത് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതിനു മുമ്പ് 2 വർഷം മുമ്പ് ഞങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു ഒരുമിച്ച്. ഞങ്ങൾ മോഹൻലാലിൻ്റെ ലാൽ സാറിൻ്റെ പിറന്നാൾ സംബന്ധിച്ച് ഞങ്ങൾ വെറുതെ ഒരു ആശയം ഞങ്ങൾ ഒരുമിച്ച് ക്ലബ് എഫ് എം ഏഷ്യാനെറ്റും കൂടി ഒരുമിച്ച് ലാൽ സാറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നമുക്കൊരു ഓഡിയോ സിനിമ, ലാൽ സാർ ഇതുവരെ ആകാശവാണി നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയോ സിനിമ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓഡിയോ കഥ നമ്മൾ സോഴ്സ് ചെയ്തു പ്രേക്ഷകരിൽ നിന്ന്, ശ്രോതാക്കളിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് അതിനൊരു കഥയാക്കി ലാൽ സാറിനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ച് നമ്മളത് റിലീസ് ചെയ്തു, എയ്ഡൻ എന്ന് പറഞ്ഞിട്ട്. ആ കഥയുടെ എല്ലാമായിരുന്ന ആളായിരുന്നു ലാൽ സാറിനെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിച്ച്. നിങ്ങൾക്ക് ഇപ്പോഴും ക്ലബ് എഫ് എമ്മിൻ്റെ ഇതിൽ പോയാൽ കേൾക്കാം, യൂട്യൂബിലുണ്ട്. വേറെ കുറേ ആൾക്കാരും അതിൽ അഭിനയിച്ചിട്ടുണ്ട്, സുധീർ കർമ്മന, അങ്ങനെ പലരും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, കഥയോട് ക്ലബ് എഫ് എമ്മിൽ വർക്ക് ചെയ്യുന്നു, വളരെ സീനിയറായിട്ട് അതിൻ്റെ സോഷ്യൽ മീഡിയയും എല്ലാം നോക്കുന്ന ഒരാളാണ്. എങ്കിൽ കൂടിയും മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും കഥയാണ്. വല്യച്ഛൻ്റെ കൂടെ ചിലവട്ട നിമിഷങ്ങളെക്കുറിച്ചൊക്കെ പ്രിയൻ പറയും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും അതിമനോഹരമായിട്ട് കഥ പറയുന്ന ഒരാൾ കുറവാണ്. കാരണം ഞാൻ സ്ഥിരം ഒരുപാട് നരേഷൻസ് കേൾക്കുന്ന ആളാണ് ജോലിയിൽ. അപ്പോൾ പ്രിയൻ, നിങ്ങൾക്ക് എനിക്ക് ഒരുപാട് പേഴ്സണലി ഒരുപാട് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഇതിവിടെ നടക്കുന്നു എന്നുള്ളതാണ്. വല്യച്ഛൻ്റെ ആർഗ്യുബലി ഏറ്റവും മികച്ച സൃഷ്ടി ഇവിടെ പ്രിയൻ അവതരിപ്പിക്കും എന്നുള്ളത് എൻ്റെ വലിയൊരു സന്തോഷമാണ് പേഴ്സണലി. പ്രിയൻ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വിശിഷ്ടാതിഥിയെ ഔപചാരികമായി സ്വാഗതം ചെയ്യാൻ ഡോക്ടർ കിരാതമൂർത്തിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പ്രിയരാജ് ഗോവിന്ദരാജ്, കഥ പറയുന്ന ആ വേർഡിങ് തന്നെ വളരെ മനോഹരമാണ്. കഥ പറയുന്നു, കേൾക്കുമെന്ന്. വളരെ മനോഹരമായ, ആർക്കായാലും കേൾക്കാൻ തോന്നും. കഥ പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല. കാരണം 1001 രാവുകളിൽ മരണത്തിൽ നിന്ന് രക്ഷിക്കണതാണ് കഥ പറഞ്ഞ് തുടങ്ങുന്നത്. അങ്ങനെ 1000 രാവുകൾ കഴിയുമ്പോൾ രാജാവിന് അതിൽ പ്രീതി വരികയും ഓരോരുത്തരെയായിട്ട് കൊന്നുകൊണ്ടിരുന്നത് നിർത്തുകയും ചെയ്തു. അതുമാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെ കാലത്തും ഇത് സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മുടെ പഴയിടം മോഹനൻ നമ്പൂതിരി പറയുന്നുണ്ട്, കലാകൗമുദിയിൽ വന്നിരുന്ന 2-ാം ഊഴം വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വായിച്ച് അവസാനം അദ്ദേഹത്തിന് സാമ്പത്തികമായ ബാധ്യത വന്നിട്ട് മരണത്തെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനിച്ച് മരിക്കാൻ പോകുമ്പോൾ അടുത്ത ലക്കം 2-ാം ഊഴം വായിച്ചിട്ട് ആവാം എന്ന് വിചാരിക്കുകയും അങ്ങനെ തുടർന്നു പോയി അദ്ദേഹം മരിക്കാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അത് അദ്ദേഹം തന്നെ അനുഭവത്തിൽ പറയുന്നതാണ്. അപ്പോൾ അത്രയധികം കഥ പറയുന്നതിന് പ്രാമുഖ്യമുണ്ട്. നമ്മുടെ കുഞ്ഞുകുട്ടേട്ടനും പല നോവലുകളും കഥകളും ഒക്കെ എഴുതുമെങ്കിൽ കൂടി അദ്ദേഹത്തെ നേരിട്ട് നമ്മൾ കുഞ്ഞുകുട്ടേട്ടൻ്റെ ഒപ്പം ഇരുന്ന് കേൾക്കുന്നതുണ്ടല്ലോ, അദ്ദേഹം പറയുന്ന കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ ആ ഹ്യൂമർ സെൻസ് നമ്മൾ പലപ്പോഴും അത് കേട്ട് തന്നെ ആകണം, വായിച്ചാൽ മതിയാവില്ല. അദ്ദേഹത്തിനെ കുറിച്ചൊരു കഥയുണ്ട്. പലതും ഇത്രയൊക്കെ എല്ലാ ശാസ്ത്രശാഖകളിലും വ്യവഹരിച്ചു വെച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട്, എവിടെ ഒരു ഇല്ലത്ത് പോയി, അപ്പോൾ ചെന്നപ്പോൾ അവിടെ കുറച്ച് സിഗരറ്റ് വലിക്കാൻ തരുമോ ചോദിച്ചു. ഇല്ല, ഇവിടെ സിഗരറ്റൊന്നുമില്ല. എന്നാൽ ചായ തരുമോ ചോദിച്ചു. അപ്പോൾ ചായയും ഇവിടെ ഇല്ല.
അപ്പം എന്നിട്ട് ആതിഥേയൻ ചോദിച്ചു, മാടമ്പിൻ്റെ അവിടെയും അങ്ങനെയൊക്കെ അതൊക്കെ ഇല്ലാത്തവരില്ലേ ചോദിച്ചു. അപ്പോൾ മാടമ്പ് കുഞ്ഞൂട്ടേട്ടൻ പറഞ്ഞു, ഞങ്ങളുടെ അവിടെ ഉണ്ട്, ഞങ്ങളതൊക്കെ തൊഴുത്തിലാണ് കെട്ടുക എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഹ്യൂമർ സെൻസ് ഇങ്ങനത്തെ ഹ്യൂമർ സെൻസുള്ള ആ കുഞ്ഞൂട്ടേട്ടനെ സ്മരിക്കുമ്പോൾ ഈ കഥ പറയുന്നത് ഒരു അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പ്രിയരാജ് ഗോവിന്ദരാജ് ഇന്നിവിടെ നമ്മൾ സന്നിഹിതനായിരിക്കുന്നത്. അദ്ദേഹത്തെ ഞങ്ങൾ മാടമ്പ് ഫൗണ്ടേഷൻ്റെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി ഡോക്ടർ കിരാതമൂർത്തി. ശ്രീ പ്രിയൻ, കഥ കേൾക്കാൻ ഞങ്ങൾ റെഡി. നീക്ക് റെഡിയാ? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്, അഭിമാനം തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തൃശ്ശൂർ മാതൃഭൂമിയുടെ റേഡിയോയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ റേഡിയോയിലെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പഴയ മലയാള തറവാടുകൾ തിരഞ്ഞു പിടിക്കാം, അതിനെക്കുറിച്ചിട്ടുള്ള കഥകൾ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ആശയം വന്നതാണ്. അപ്പോൾ അതെങ്ങനെ ആരെക്കൊണ്ട് ചെയ്യാം, ആരായിരിക്കും അത് കൂടുതൽ പറഞ്ഞു തരാൻ നന്നാവുക എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഒടുവിൽ ഞാൻ എത്തപ്പെട്ടത് ഈ മനയിലാണ്. മാടമ്പ് കുഞ്ഞുകുട്ടൻ സാറുണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി അങ്ങനൊരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ. കാര്യം പല വീടുകളും ഉണ്ട്, പല രഹസ്യങ്ങളും പല കഥകളും ഉറങ്ങുന്ന പല വീടുകളും പഴയ കുറേ തറവാടുകളും ഒക്കെ ഒരുപാട് കഥകൾ പറയുന്നതുണ്ട്. നമുക്ക് പോവാം ഒരു ദിവസം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ പാലക്കാട് 2 ദിവസത്തെ ഒരു യാത്രയ്ക്ക് ഞങ്ങൾ പുറപ്പെട്ടു. അപ്പോൾ ഞാൻ മാത്രം ഉണ്ടായിരുന്നില്ല, എൻ്റെ കൂടെ നമ്മുടെ തൃശ്ശൂരുള്ളൊരു വിനോദ് കുമാർ ഉണ്ട്. അദ്ദേഹം ആർക്കിടെക്റ്റാണ്. അദ്ദേഹമാണ് വടക്കുന്നാഥ ക്ഷേത്രമൊക്കെ പുനരുജ്ജീവിപ്പിച്ചത്. അപ്പം അദ്ദേഹവും ഉണ്ട്, മാടമ്പ് സാറുണ്ട്, ഞാനുണ്ട്, പിന്നെ മാതൃഭൂമിയിൽ നിന്ന് സുരേന്ദ്രൻ സാറുണ്ട്. ഞങ്ങൾ 4 പേര് കൂടിയിട്ട് ഒരു ഇന്നോവ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യണു. പോകുന്ന വഴിയിലൊക്കെ കഥകൾ പറയണു, വീടുകളെ പറ്റി പറയണു. പാലക്കാട് ചെന്നപ്പോൾ ചില പ്രത്യേക വീടുകൾ ഞങ്ങൾ സന്ദർശിച്ചു. അപ്പം അതിൽ അദ്ദേഹം പറഞ്ഞു, ചില നായർ തറവാടുകളിൽ യാഗശാലകളുള്ള തറവാടുകളുണ്ട്. അതൊക്കെ അദ്ദേഹം ഒന്ന് കാണിച്ചു തന്നെ. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഈ കഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. പല ആളുകൾ എങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്ത് കഴിഞ്ഞിരുന്നത്. അതുപോലെ ഓരോരുത്തർക്ക് വരുന്ന സ്ഥാനപ്പേരുകൾ. ഈ അക്കിത്തിരു എന്ന് പറയുന്ന അദ്ദേഹം വലിയ ഈ അഗ്നേയഹോമം നടത്തിയിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾക്കാണ് അക്കിത്തിരു എന്ന് പറയുക. അദ്ദേഹത്തെ വലിയ പണ്ഡിതനായിട്ടാണ് കാണുക. അദ്ദേഹത്തിൻ്റെ പത്നിയാവുന്ന ആൾ പത്തിനാടി എന്നാണ് അറിയപ്പെടുക. അവരിത് കഴിഞ്ഞാൽ ഈ അഗ്നിഹോത്ര കുണ്ടത്തിന് മുന്നിൽ തന്നെ അവരുടെ ജീവിതത്തെ മുഴുവനും ഇരിക്കണം. കാര്യം പിന്നീട് ആ കുണ്ടത്തിൽ അഗ്നി കെടാൻ പാടില്ല. ഇത്തരം അറിവുകൾ, ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെയൊക്കെ മനുഷ്യർ ജീവിച്ചിരുന്നൊരു കാലഘട്ടം നമുക്ക് തൊട്ട് മുൻപിലുണ്ടായിരുന്നല്ലോ എന്നത് വലിയ അറിവായിരുന്നു. അങ്ങനൊരു വളരെ സന്തോഷമുള്ളൊരു ദിവസം കൂടിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഏതാണ്ട് ഇവിടെ വന്നു. ഈ പൂമുഖത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ കൂടി കഥകൾ കേട്ടു, ഒരുമിച്ച് മുറുക്കി. എന്നെ മുറുക്കാൻ പഠിപ്പിച്ചതും മാടമ്പ് സാറാണ്. അത് കാണാനൊരു അഴകായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു വെറ്റിലെടുക്കുന്നു, അതിൻ്റെ ഞരമ്പുകൾ ഇങ്ങനെ കീറുന്നു, അതിൽ പതുക്കെ ചുണ്ണാമ്പ് തേക്കുന്നു, എന്നിട്ട് അത് മടക്കി ഈ വിരലിൻ്റെ ഇടയിൽ വെക്കുന്നു. ഒരു കൗതുകത്തോടെ ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട്. അത് എന്നെ വലിയ കാര്യമായി അദ്ദേഹത്തിന്. എന്നോട് ചോദിച്ചു, എന്നെപ്പറ്റി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ വളരെ ചെറുതാണ്, എനിക്കറിയാം, ഞാൻ കുറച്ച് വായിച്ചിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ പറഞ്ഞറിയാം, പിന്നെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ അറിയാം. എന്നാൽ എന്നെ കുറച്ചും കൂടി കാര്യമായിട്ട് അറിയണമെങ്കിൽ ഞാൻ ഒരു സാധനം തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു പുസ്തകം കൊണ്ട് തന്നു. അതിന് ടൈറ്റിലാണ് ഏറ്റവും രസമായത്, എൻ്റെ തോന്നിയാസങ്ങൾ. ആ പുസ്തകം അദ്ദേഹം എനിക്ക് വായിക്കാൻ തന്നു. എന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത്, ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞത്, നീ എപ്പോഴാണെന്ന് വെച്ചാൽ വരണം, ഇവിടെ ഉണ്ടാവും, കാണാം, ഇനിയും സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞ ഒരു ഓർമ്മ ഈ മനയിലേക്ക് കയറിയപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് തികട്ടി വന്നു. ആ ഓർമ്മയുടെ മുമ്പിൽ ഞാൻ പ്രണമിക്കുകയാണ്. ഇന്ന് കാലം അതേ വീട്ടുമുറ്റത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കഥ പറയാൻ എന്നെ എത്തിച്ചത്
അദ്ദേഹം എന്നെ നീ വരണം, ഇവിടെ വരണം എന്ന് പറഞ്ഞത് എനിക്ക് അനുസരിക്കാൻ കഴിയാതെ പോയതിൻ്റെ അതിൻ്റെ കൂടി ഒരു നിറവാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഈ ഓർമ്മ ദിവസത്തിലൊരു കഥ പറയണമെന്ന് കിഷൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് കിഷേട്ടൻ പറഞ്ഞത്, നീ ഭ്രഷ്ട് തന്നെ പറഞ്ഞോ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനും പറഞ്ഞു, ശരി ഭ്രഷ്ടല്ലേ, പറയാം. മുമ്പ് വായിച്ചിട്ടുണ്ട്, പിന്നെ കഥ അറിയാവുന്ന കഥയാണല്ലോ, താത്രിക്കുട്ടിയുടെ കഥയാണ്, നമ്മൾ സിനിമയായിട്ട് കണ്ടിട്ടുണ്ട്, അല്ലാതെ നോവൽ വായിച്ചിട്ടുണ്ട്. ശരി പറയാം എന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്തു സന്തോഷത്തോടു കൂടി. പക്ഷേ പുസ്തകം രണ്ടാമതും മൂന്നാമതും ഒക്കെ വായിക്കുമ്പോഴാണ് ഇതെത്ര ആഴത്തിലാണ് കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ വായനയിലൊന്നും ചിലപ്പോൾ നമ്മുടെ മുന്നിൽ ഈ കഥ തുറന്നു തരില്ല, തെളിച്ചം ഉണ്ടാവില്ല അതിന്. ഇപ്പോഴും ഒളിയില്ലാതെ കിടക്കുന്ന ചില അധ്യായങ്ങൾ എൻ്റെ മുന്നിലുണ്ട്, ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ് അവിടേക്ക് എനിക്ക് പ്രവേശനം കിട്ടിയിട്ട് പോലുമില്ല. അങ്ങനത്തെ ഒരു എഴുത്ത്, അത്ര ആഴത്തിൽ, അത്ര ശക്തമായ ഭാഷയിൽ, അത്ര ഗംഭീരമായി അദ്ദേഹം എഴുതി തീർത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെല്ലാം. എന്നെ അതിശയിപ്പിച്ചത് 1 മാസം കൊണ്ടാണ് അദ്ദേഹം ഇത് എഴുതി തീർത്തത് എന്ന അറിവാണ്. അതെങ്ങനെ സാധിക്കുന്നു എന്നതാ. ചിലപ്പോൾ അദ്ദേഹം ഇത് കേട്ട കാലം മുതൽ, ഈ താത്രിക്കുട്ടിയുടെ കഥ കേട്ട കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉരുക്കഴിക്കുന്നുണ്ടാവാം, ഈ നോവൽ ഉരുവപ്പെടുന്നുണ്ടായിരുന്നിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാതെ ഒരാൾക്കും അങ്ങനെ 1 മാസം കൊണ്ട് ഇത്തരത്തിൽ ഒരു നോവൽ എഴുതി തീർക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ വയ്യ. പക്ഷെ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ആ ഗുരുവിനെ മനസ്സിൽ വിചാരിച്ച് ധ്യാനിച്ച് അദ്ദേഹം അരുളിയതുപോലെ ഒരു കഥ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു കഥയുണ്ട്, ഭ്രഷ്ട്. ഭ്രഷ്ട് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിലൊരു ഭയം വന്ന് വീഴുന്നുണ്ട് അല്ലേ? ഭ്രഷ്ട്, ആ വാക്കിൻ്റെ ഉച്ചാരണത്തിൽ തന്നെ എന്തോ ഒരു ഭീതിതമായ സംഗതി എന്ന് നമ്മളെ ഭയപ്പെടുത്തുന്നത് പോലെ ആ ശബ്ദം നമ്മുടെ കാതിൽ വന്ന് പതിക്കുമ്പോഴേ തോന്നുന്നുണ്ട്. ഭ്രഷ്ട് എന്ന വാക്ക് ആദ്യം കേൾക്കുന്നത് വളരെ ചെറുപ്പത്തിലായിരുന്നിരിക്കും. അതിനു മുമ്പ് കേട്ടിട്ടുള്ളൊരു വാക്ക് പടിയടച്ച് പിണ്ടം വെക്കുക എന്നതാണ്. വീട്ടിലൊക്കെ സാധാരണ മുതിർന്നവരൊക്കെ ആരെങ്കിലുമൊക്കെ ചീത്ത പറയുമ്പോൾ പറയാറുണ്ട്, പടിയടച്ച് പിണ്ടം വെക്കണം എന്നൊക്കെ. അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. പിന്നീടാണ് പിണ്ടം വെക്കുക എന്ന് പറയുന്നത് മരിച്ചുപോയവർക്ക് ചെയ്യുന്ന ചടങ്ങാണ് എന്ന് മനസ്സിലാവുന്നത്. അതിനുശേഷമാണ് ഇരിക്കപ്പിണ്ടം പോലെയുള്ള സംഗതികളുണ്ട് എന്ന് മനസ്സിലാവുന്നത്. പടിയടച്ച് പിണ്ടം വെക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ നിന്ന്, ആ കുലത്തിൽ നിന്ന്, ആ നാട്ടിൽ നിന്ന്, ആ വീട്ടിൽ നിന്ന്, അവരുടെ മനസ്സിൽ നിന്നൊക്കെ ഒരാളെ പുറത്താക്കുന്നു എന്നതാണ് ഭ്രഷ്ട്. ഭീകരമാണത്. നമുക്ക് വെറുതെയെങ്കിലും ആലോചിക്കാൻ കഴിയുമോ നമ്മുടെ ഇഷ്ടപ്പെട്ട ഇടത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്നൊരവസ്ഥയെ? പേടിയാവില്ലേ? ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ ഏറ്റവും വലിയ ഭയം അതാവില്ലേ ഒരു മനുഷ്യന്? തനിക്ക് ചുറ്റും ആരുമില്ല എന്ന് തോന്നൽ വരുമ്പോഴല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടുക. ഒറ്റയ്ക്കായി പോകുന്നു. ധൈര്യപ്പെട്ട് കയറി ഉണ്ടാവണം, പക്ഷെ കൂട്ടിനാരെങ്കിലും ഉണ്ടാവും. കാര്യം മനുഷ്യന് വേണ്ടത് മനുഷ്യനാണ്. മനുഷ്യനൊരു മനുഷ്യൻ്റെ കൂട്ട് വേണം, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പറയാൻ ഒരാൾ വേണം, അത് കേൾക്കാൻ അപ്പുറത്തൊരു കാത് വേണം. അവിടെയാണ് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് മാറ്റി നിർത്തുമ്പോൾ അതൊരു വലിയ പാതകമായും വലിയ വേദനയായും തീരുന്നത് എന്ന് മനസ്സിലാക്കി. ഭ്രഷ്ടിലേക്ക് നമുക്ക് കടക്കാം. 64 കലകൾ, കലകൾക്ക് ഋഷിമാർ. 65ാമത് കലാധരൻ, ഒടുവിൽ മായ. 64 കലകളാണ്. കലകൾക്കൊക്കെ ഋഷിമാർ. 65ാമത് കലയുടെ ഈശ്വരനായ കലാധരൻ പരമശിവൻ, ഒടുവിൽ മായ, ഇല്യൂഷൻ. എല്ലാം മായയാണ് എന്ന് പറയുന്ന അവസ്ഥ. അടുത്ത വരികൾ ശ്രദ്ധിക്കട്ടെ. 64 പുരുഷന്മാർ,
64 ഋഷികൾ. അറുപത്തിയഞ്ചാമത് പൂരുഷൻ, ഒടുവിൽ പാപ്തിക്കുട്ടി, ചെറിയടത്ത് പാപ്തിക്കുട്ടി, സംഹാരരൂപിണി, ശ്മശാന നർത്തകി. 65 പുരുഷന്മാരോ? മതി തമ്പുരാൻ, നിർത്ത. ഇല്ലത്തിരുന്ന് മുറുക്കിത്തുപ്പി കാലം കഴിച്ച ഒരൊറ്റ നമ്പൂതിരിയില്ല. കുലം മുടിയുന്നു, നാട് നശിക്കുന്നു. ഐശ്വര്യത്തിൽ കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ്യം തലകുത്തി വീഴുന്നു. സഹിക്കാൻ കഴിയുന്നില്ല. ഇതാണ് കഥയുടെ ഇതിവൃത്തം. ഇത്രയേ ഉള്ളൂ. ഇതാ ആദ്യത്തെ 2 പുറങ്ങളിൽ അദ്ദേഹം അത് എഴുതി മനോഹരമായി പറഞ്ഞു വച്ചിട്ടുണ്ട് ഈ കഥ. കഥയുടെ തുടക്കത്തിൽ താഴേമംഗലത്തില്ലത്തെക്കുറിച്ച് പറയുന്നു. പേരുകേട്ട ഇല്ലം, കൊച്ചി സീമയിലെ തന്നെ അതിപ്രതാപിയായ നമ്പൂരാരുടെ വലിയ ഇല്ലം. ഇത് 2 ലക്ഷത്തോളം ബ്രഹ്മസ്വം പിരിഞ്ഞുകൂടും. ഏതാണ്ട് അത്ര തന്നെ ദേവസ്വം പിരിയും. തമിഴ്നാട്ടിലേക്ക് വളർന്നു കിടക്കുന്ന കാട് അത്രയും ഭൂസ്വത്ത്. കിഴക്കും പടിഞ്ഞാറുമായി 2 ഊട്ടുപുരകൾ, നടുക്ക് ദേഹണ്ണം. ഓരോ ഊട്ടുപുരയിലും 100 ഇലകൾ വീതം വയ്ക്കാം. അവിടെ എത്ര പേരുണ്ടെന്നൊന്ന് ആലോചിച്ചു. 50-60 ആളുകൾ സേവകരായി തന്നെ അവിടെ ഉണ്ട്. ഏതാണ്ട് അത്ര തന്നെ അന്തർജനങ്ങളും ഉണ്ട്. പിന്നെ ബന്ധുത്വം പറഞ്ഞു കൂടുന്നവരും ഇഷ്ടതോഴന്മാരും അല്ലാത്ത സിൽബന്ധികളും അവിടെയുള്ള നമ്പൂരിമാരുടെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനുമൊക്കെ പാത്രമാകേണ്ടി വരുന്ന ആളുകളും ഒക്കെ കൂടി ചേർന്ന ഒരു വലിയ സ്ഥലം. നമ്പൂരിമാരും നായന്മാരും അതുപോലെ അമ്പലവാസികളും ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം. അവിടെ മുത്ത കാർന്നവർ, അവിടുത്തെ അച്ഛൻ തിരുമേനി, അദ്ദേഹമാണ് അവിടുത്തെ ഭരണം മുഴുവൻ നടത്തുന്നത്. അതിപ്രതാപിയാണ്. പേരുകേട്ട ഇല്ലം. നാട് ഭരിക്കുന്ന രാജാവിനേക്കാൾ പ്രഭുത്വം, അത് പ്രധാനം. ആ ഇല്ലത്തെ മൂസിൻ്റെ മകളായിട്ടാണ് പാപ്തിക്കുട്ടി ജനിക്കുന്നത്. ഒരു പ്രദോഷ സന്ധ്യ, ഊത്തന്തി മുടിക്കാൻ ചേമേരി ഒയ്ക്കൻ എന്ന് പറഞ്ഞാൽ ഓത്ത് പഠിപ്പിക്കുന്ന ആളും അറിയാം, പറയേണ്ടതില്ല, എന്നാലും ഞാൻ പറയാം. ചേമേരി ഒയ്ക്കൻ കുളക്കടവിലേക്ക് ഇറങ്ങുമ്പോൾ ഗൗളി ചിലച്ചു. ദുശകുനം കണ്ട് ആ അതിബുദ്ധിയായ ഒയ്ക്കൻ ഒന്ന് ഞെട്ടി നിന്നു. പ്രദോഷ സന്ധ്യാവന്ദനം മറന്നു. എന്താ അതിപ്പോൾ ഇങ്ങനെ ഉണ്ടാവാൻ? അദ്ദേഹത്തിനാകെ പരിഭ്രമായി. ഇങ്ങനൊരു ദുശകുനം ഇങ്ങനെ ഉണ്ടാവേണ്ട കാര്യം എന്താ? അദ്ദേഹം മനസ്സിലിങ്ങനെ ഓർത്തു, ഒരിക്കലും അതാവില്ല. അദ്ദേഹം കുളത്തിലിറങ്ങി ഊക്കാൻ കൈക്കുമ്പിളിൽ വെള്ളം കോരി ഗായത്രി പറയാൻ ആരംഭിക്കുമ്പോൾ പുറത്തൊരു ശബ്ദം കേട്ടു. താഴത്ത് പെറ്റു പെണ്ണ്. അദ്ദേഹം ഊക്കാനെടുത്ത വെള്ളം കൈക്കുമ്പിളിൽ നിന്ന് അടർത്തിക്കളഞ്ഞു. അങ്ങനെ വരേ എന്നാൽ അത് സംഭവിച്ചിരിക്കണു. അങ്ങനെ തന്നെ. ആകെ പരിഭ്രമിച്ചു അദ്ദേഹം. അങ്ങനൊരു ജന്മം, അത് കുലം മുടിക്കാനുള്ളതാണല്ലോ. ലക്ഷണങ്ങളൊന്നും നന്നല്ലല്ലോ. ഇതിന് എനിക്ക് തോന്നിയതാണോ? എനിക്കറിവില്ലായ്മ വരാലോ. അതാണോ? അദ്ദേഹം ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പോഴാണ് താഴത്തെ മൂസ് അവിടെ കയറി വരുന്നത്. ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. ഇല്ലത്ത് പെണ്ണുണ്ടായിരിക്കണു. എന്താ അതിൻ്റെ സ്ഥിതി എന്നറിയണം. ചേമേരി ഒയ്ക്കൻ
മനസ്സിനെ കല്ലാക്കി. എന്താ ഇപ്പോൾ പറയുക? പ്രശ്നമാണ്. അത് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. മൂസ എന്ത് വിചാരിക്കും? പെണ്ണെന്നല്ലേ പറഞ്ഞത്? വിഷമം ഉണ്ടാവില്ല. 15 വയസ്സ് വരെ അത്ര പോരെ? ഏയ്, അത്ര ആയാൽ എങ്ങനെയാ? വിശദമായിട്ട് തന്നെ അറിയണം. അങ്ങനെയുണ്ടല്ലോ. മൂസ് പെണ്ണല്ലേ, അപ്പം അത്ര മതി. 15 വയസ്സ് കഴിഞ്ഞിട്ടും ആയുസ്സുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഇത്രയും പറഞ്ഞ് ചേമാരി ഒഴിക്കാൻ വെള്ളത്തിലിറങ്ങി അദ്ദേഹത്തിൻ്റെ ക്രിയകളും കർമ്മങ്ങളും തുടങ്ങി. ആദ്യം ഗായത്രി ജപിച്ചു. ഓം ഭൂർഭുവസ്വ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടന്ന് കിടുകിടാന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തോ വലിയ അനർത്ഥം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ഇപ്പോൾ ഇല്ലത്ത്, ഓയ്ക്കില്ലത്ത് പത്തനാടി അദ്ദേഹത്തിൻ്റെ അമ്മ അഗ്നിഹോത്ര കുണ്ടത്തിനടുത്ത് നിന്നിട്ട് അച്ഛനെ അന്വേഷിക്കുന്നു. അക്കിത്തിരു നേരത്തെ മുകളിലേക്ക് കിടക്കാൻ പോയിരിക്കണു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അദ്ദേഹം വളരെ ചിട്ടയോടെ ജീവിക്കുന്നൊരു മനുഷ്യനാണ്. ഊണിന് ഒരു ഉരുള കൂടുകയോ കുറയോ ചെയ്യില്ല, അത്ര ചിട്ടയുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്രതാനുഷ്ഠാനത്തെ പറ്റി പറയുന്നത് വലിയ സന്തോഷം തോന്നി എനിക്കത് കേട്ടപ്പോൾ. അതായത് കറുത്ത മാവിൻ്റെ അന്ന് ഒരു ഉരുള, അവിടുന്ന് പിന്നീട് ഓരോ ദിവസം തോറും ഉരുളയുടെ എണ്ണം കൂടി വരും. 15-ാം നാൾ 15 ഉരുള, അവിടുന്ന് പിന്നെ തിരിച്ച് താഴേക്ക്. പിറ്റേ ദിവസം 14, 13, 12, 11, 10, അങ്ങനെ താഴത്തേക്ക് വീണ്ടും ഒരു ഉരുള. അങ്ങനെ ചിട്ടയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഏട്ടനെയും കാണാനില്ലല്ലോ. ഏട്ടൻ പോയിട്ട് കുറേ നേരം ആയല്ലോ. ഏട്ടനും കുളപ്പുരയിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല. എന്തൊക്കെയോ അനർത്ഥമുണ്ട് വീട്ടിൽ. അപ്പോൾ അവിടെ ഓത്ത് പഠിക്കാൻ എത്തിയിട്ടുള്ള ഉണ്ണികളുണ്ട്. ചേമേരി ഒയ്ക്കൻ്റെ അനുജന്മാർ പാച്ചു ഒയ്ക്കനും പാസു ഒയ്ക്കനും ഉണ്ട്. അവരന്വേഷിച്ചിറങ്ങി ഏട്ടനെ. ഏട്ടൻ ചോദിച്ചു, അച്ഛൻ എവിടെ? കിടക്കാൻ പോണുണ്ടു. ഒന്ന് അദ്ദേഹത്തെ വിളിക്കണമല്ലോ. ഏയ്, അങ്ങനെ പതിവില്ല. അദ്ദേഹം കിടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടായാലും അദ്ദേഹത്തെ വിളിക്കുന്ന പരിപാടിയില്ല. പാച്ചു, ഒന്ന് അദ്ദേഹത്തെ വിളിക്കുക. അവിടെ പോയിട്ട് നീ ബഹളമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഒന്ന് വിളിച്ചാൽ മാത്രം മതി. എന്നെ കൊണ്ടാവില്ല, വാസുവേട്ടനെ വേണമെങ്കിൽ വിളിച്ചോ. പാച്ചു വെച്ചൊഴിഞ്ഞു. അച്ഛന് പേടിയുണ്ട്. ഒടുവിൽ ചേമാരി എന്നെ വിചാരിച്ചു, നേരിട്ട് ഞാൻ തന്നെ ഒന്ന് പോയി അന്വേഷിക്കാം. അങ്ങനെ ചേമാരി ഒയ്ക്കൻ മച്ചിലേക്ക് എത്തി നോക്കി. അപ്പോൾ ഉടുത്ത ഒറ്റമുണ്ട് വിരിച്ച് വെറും തറയിൽ അച്ഛൻ കിടക്കുകയാണ്. ആ കിടപ്പ് കണ്ടിട്ട് ചേമാരിയുടെ കണ്ണ് നനഞ്ഞു. അയ്യോ, ശല്യമാവണ്ട, അദ്ദേഹത്തെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി അദ്ദേഹം ഇറങ്ങാൻ തിരിയുമ്പോൾ, ആരാ അത്, എന്താ വേണ്ടത് എന്ന് അച്ഛൻ്റെ വിളി വന്നു. അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞൊപ്പിച്ചു. ഉണ്ണിയാണ് എന്ന് പറഞ്ഞൊപ്പിച്ചു. അച്ഛൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ണിയോട് മാത്രമേ സംസാരിക്കുള്ളൂ, ചേമാരിയോട് മാത്രമേ സംസാരിക്കുള്ളൂ. എന്താ വന്നത്, എന്താച്ചാ പറഞ്ഞോളൂ. അല്ല, ഇങ്ങനെ താഴത്ത് മൂസിന് ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ സ്ഥിതി അന്വേഷിച്ച് ജാതകം ചോദിച്ച് മൂസ് വന്നിരുന്നു. എന്നിട്ട് എന്തായി, പറഞ്ഞില്ലേ? അതിപ്പോൾ എങ്ങനെയാ പറയുക എന്നുള്ളൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. എനിക്ക് ഇരിക്കപ്പുറത്ത് ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വിഷമം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. വിവാഹം ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ? ഇല്ല. അപ്പോൾ ചേമാരി മനസ്സിൽ വിചാരിക്കുക, അച്ഛനും ആ സ്ഥിതി മനസ്സിലാക്കിയിരിക്കണു. അച്ഛനും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണു. കാര്യം കൈവെള്ളയിൽ സ്ഥിതി തെളിയുന്ന ആളാണ് അക്കിത്തിരു. അദ്ദേഹത്തിന് വിഷയം മനസ്സിലായിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? എല്ലാവരോടും ഒന്ന് കരുതിയിരുന്നോളാൻ പറയാ. ആരോട്?
പാച്ചുവിനോടും വാസുവിനോടും പ്രത്യേകം പറയാം, അവരും മുടിയും. ചേമാരി വയ്ക്കൻ ആകെ വിഷമിച്ചിട്ടാണ് ആ സിറ്റുവേഷൻ കടന്നു പോകുന്നത്. കാലങ്ങൾ കടന്നു പോകുന്നു. മൂസ് ഒരു ദിവസം 10 വയസ്സെത്തിയിട്ടില്ലാത്ത ഒറ്റമുണ്ട് മാത്രം ഉടുത്ത് നടക്കുന്ന, മേലേക്ക് വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത പാപ്തിക്കുട്ടിയുടെ കയ്യും പിടിച്ചൊരിക്കൽ ചേമാരി ഓയ്ക്കൻ്റെ അടുത്ത് വന്നു, ഓയ്ക്കില്ലത്ത് വന്നു. ഇതിനെയും കൂടി കാവ്യം പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. ചേമാരി ഓയ്ക്കൻ നോക്കി, പാപ്തിക്കുട്ടിയാ. അവൾ വളരെ മിടുക്കിയായിട്ട് അവിടെ നിൽക്കുന്നു. പെൺകുട്ടികളെ അങ്ങനെ സംസ്കൃതം പഠിപ്പിക്കുന്നത് തെറ്റൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ആവാം, പഠിപ്പിക്കാം. പക്ഷെ ഗുരുദക്ഷിണ അങ്ങനെയുണ്ടല്ലോ. ഈ സമക്കാരോട് വിദ്യയ്ക്ക് വിദ്യ ആണ് ദക്ഷിണ, അല്ലാത്തവരാണ് പണം കൊടുക്കുക. ഇതിപ്പോൾ ഒന്നും ചോദിക്കാൻ പറ്റില്ല, മൂസല്ലേ. അദ്ദേഹം പറഞ്ഞു, നിന്നോട്ടെ എവിടെ, അങ്ങനെ ഒരു കണക്കൊന്നും വെക്കേണ്ട, എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ വന്നോട്ടെ, ഞാൻ പഠിപ്പിക്കാം. കുറച്ച് വേദാന്തം ആയിക്കോട്ടെ, ശാകുന്തളവും ഒക്കെ പഠിപ്പിച്ചോളൂ. അവൾക്കും വലിയ ഇഷ്ടമുണ്ട്, ഇതൊക്കെ പഠിക്കാൻ വലിയ താല്പര്യത്തിലാണ് പാപ്തിക്കുട്ടിയും വന്ന് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇല്ലത്ത് ഓത്ത് നടക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്, ഉണ്ണികളുണ്ട്, അവിടെ പഠിക്കുന്നവരുണ്ട്. ചേമാരി ഓയ്ക്കൻ പഠിപ്പിക്കുന്നു, പാച്ചു ഓയ്ക്കനും വാസു ഓയ്ക്കനും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പുരയ്ക്ക് പുറത്തൊരാളുണ്ട്, ചാമി, ചോമന. ഇവിടെ എല്ലാവരും ഇരിക്കുമ്പോൾ ചാമി അവിടെ എഴുന്നേറ്റ് നിന്നിട്ടാണ് പഠിപ്പ്. ചാമിയുടെ അടുത്തേക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പോവില്ല. ചാമിയുടെ അടുത്ത് പോയാൽ പിന്നെ കുളിക്കണം. ചേമാരി ഇടയ്ക്ക് ചെല്ലും ചാമിയുടെ അടുത്ത്. ഇത് കുളിക്കണതിന് മുമ്പ് ചേമാരി അടുത്ത് ചെല്ലും. എന്താണ് നിൻ്റെ സ്ഥിതി, കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ ചാമിയോട് ചോദിക്കും. ചാമിക്ക് ദൈവാനുഗ്രഹം കിട്ടിയതുപോലെയാണ് ചേമാരി അടുത്ത് വന്ന് നിൽക്കുമ്പോൾ. ഒരു ആഗ്രഹമുണ്ട് ഉള്ളിൽ ചാമി. എന്താ അത്? ജ്യോതിഷം പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സംസ്കൃതം അറിയോ? കുറച്ചൊക്കെ വശാക്കിയിട്ടുണ്ട്. എവിടുന്നാ അത് പഠിച്ചത്? വീട്ടിലെ കാർന്നോര്. ആശാൻ ചാമി. അന്നും സംസ്കൃതം പഠിക്കുന്ന ആളുകളുണ്ട്. അതെ. എന്നാൽ കുഴപ്പമില്ല, തുടങ്ങാം. വേണ്ടതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അക്കിത്തിരു അച്ഛനോട് ചോദിച്ചിട്ടില്ല, അച്ഛനോട് പറയാണ്ടാണ് ഈ ചാമിയെ പഠിപ്പിക്കുന്നത്. ഓയ്ക്കില്ലത്ത് ഒരു ചോവനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കുറച്ചില്ല, പാടില്ല, ചില നിയമങ്ങളുണ്ടല്ലോ. പക്ഷേ അക്കിത്തിരു പറഞ്ഞത് ഇങ്ങനെയാണ്, അവനെ ശാസ്ത്രം മാത്രം പഠിപ്പിച്ചാൽ പോരാ, നിത്യവൃത്തിയും കൂടി പഠിപ്പിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞത്. അത് ചേമേരിക്കും വലിയ സന്തോഷമായി. അപ്പോൾ ഒരു ദിവസം ഓത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്നൊരു ചോദ്യം വരണു. അദ്ദേഹം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ചേമേരി പറഞ്ഞു കൊടുക്കുന്നത് എല്ലാം ഒന്നാണ് എന്നാണ്. ഞാനും നീയും ഈ മൺതരിയും ഈ മരങ്ങളും ഈ പുല്ലും ഇതെല്ലാം ഒന്നാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു ചോദ്യം വരുന്നു പുറത്തുനിന്ന്. അങ്ങനെയാണെങ്കിൽ എന്തിനാ ചാമിയെ കണ്ടാ കുളിക്കണേ? ചേമാരിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ആ ചോദ്യം എവിടെ നിന്നാണ് വന്നിട്ടുണ്ടാവുകയെന്ന്. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ചോദ്യം വന്നിരിക്കുന്നത് പാപ്തിക്കുട്ടിയുടെ അടുത്തുനിന്നാണ്. അവളാ എഴുന്നേറ്റെന്ന് ചോദിച്ചത്. 10 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത കുട്ടി. അവളത് ചോദിക്കും, ചേമാരിക്കതറിയാലോ. ചേമാരി കുട്ടിയോട് പറഞ്ഞു കൊടുത്തു, ചോദിച്ചത് നന്ന്, ഇങ്ങനെ ചോദിക്കുക തന്നെ വേണം കുട്ടികൾ. എല്ലാം ഒന്ന് തന്നെ, മണ്ണിനുള്ളതുപോലെ ചില കർമ്മ വ്യത്യാസങ്ങൾ ആളുകൾക്കുണ്ട്. അതാണ്, അങ്ങനെയാണല്ലോ പറയാതെ. ഒരിക്കൽ ചേമാരിയുടെ ഉള്ളിൽ വീണ്ടും ഗുരുദക്ഷിണയെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായി. അന്ന് പാപ്തിക്കുട്ടിയെ അടുത്ത് കിട്ടിയപ്പോൾ ഗുരുദക്ഷിണയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ പാപ്തിക്കുട്ടി ചോദിച്ചു, ഓയ്ക്കൻ എന്താ വേണ്ടത്? ഞാൻ പറയാം,
എൻ്റെ കൂടെ വരൂ. ചേമാരി നേരെ നടന്നു നീങ്ങിയത് കൊളക്കടവിലേക്കാണ്. പാപ്തിക്കുട്ടി പിന്നാലെ ചെന്നു. തൊഴുത് നിഴൽ ചവിട്ടാതെ, ഗുരുവിൻ്റെ നിഴൽ കൂടി ചവിട്ടിക്കൂടാ. അവൾ നടന്ന് കൊളക്കടവിലിറങ്ങി. മുട്ടിലെ വെള്ളത്തിൽ അവളടുത്ത് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. ഇറങ്ങി നിന്നു. ചേമാരിയുടെ ഉള്ളിൽ വരരുചിയായിരുന്നു. ഏത്? പറച്ചിപ്പെണ്ണിനെ കൊല്ലുക എന്ന് തീരുമാനിച്ചുത്തരവിട്ട വരരുചി. എന്നിട്ടെന്തുണ്ടായി? പറച്ചിയിൽ വരരുചിക്ക് 12 മക്കൾ പിറന്നു. വിദ്യ തടുക്കാൻ പറ്റില്ല. 12 പേരും നാടുവാണു അല്ലേ? അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എന്നാലും ഇതിവിടെ തീരണം, ഞാൻ പറയുമ്പോൾ മുങ്ങണം. അദ്ദേഹം മനസ്സിൽ വിചാരിച്ചത് അവൾ മുങ്ങിയാൽ പിന്നെ നീരരുത് എന്നാണ്. പാപ്തിക്കുട്ടിയോട് പറഞ്ഞു മുങ്ങാം. പാപ്തിക്കുട്ടി മുട്ടിൽ വെള്ളത്തിൽ മുങ്ങി. കൂമ്പാള പോലെ അവളുടെ മുതുക് ചേമാരിക്ക് കാണാം. ചേമാരി കൈ തിരുമ്മി ചൂടാക്കി. ഉള്ളു നടുങ്ങുന്നുണ്ടേ. താൻ ചെയ്യാൻ പോകുന്ന പാതകം കൊലപാതകയാണ്. ചെയ്തേക്കാം. അദ്ദേഹം കൈ വിരിച്ചു. എന്നിട്ട് ശക്തിയിൽ അങ്ങോട്ട് ചാടി. കാല് വഴുതി അദ്ദേഹം വെള്ളത്തിൽ വീണു. പാപ്തിക്കുട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് വെള്ളത്തിൽ കൈകാലിട്ടടിക്കുന്ന ചേമാരി വയ്ക്കനെയാ. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഗുരുവിൻ്റെ കാല് പിടിച്ച് ഒരു കണക്കിന് അവൾ കടവിൽ കയറ്റി. വെള്ളം നിറുകയിൽ കയറി ചേമാരി കടവിൽ കയറിയിരുന്നു. ഇന്നിനി പഠിപ്പ് വേണ്ട, പാപ്തിക്കുട്ടി പോയിക്കോളൂ. പാപ്തിക്കുട്ടി പോയി. കാലം പിന്നെയും കടന്നുപോയി. ഒരിക്കൽ ചെറിയടത്ത് ഇല്ലത്തെ മൂസ്, തുപ്പന്നാണ് പേര്, പക്ഷെ ആളുകൾ വിളിക്കണം തുണ്ടന്ന, തുണ്ടമൂസ്, തുണ്ടനമ്പൂരി. എന്താ വെച്ചാൽ ആൾക്ക് പൊക്കക്കുറവുണ്ട്, ചില ശേഷിക്കുറവുകളും, അങ്ങനെ ഒരു ആരോഗ്യക്കുറവുള്ള ആളായത് കാരണം തുണ്ടൻ തുണ്ടൻ എന്ന് വിളിച്ച് കളിയാക്കും. അങ്ങനെ തുണ്ടൻ നമ്പൂരി പാപ്തിക്കുട്ടിക്ക് കല്യാണം ആലോചിച്ച് ഇവിടെ താഴത്തില്ലത്ത് വന്നു. അപ്പോൾ ജ്യേഷ്ഠനാണ് കല്യാണം കഴിക്കേണ്ടത്. ജ്യേഷ്ഠനിരിക്കെ അപ്പന്മാർ, അനുജന്മാർക്ക് കല്യാണം കഴിച്ചുകൂടാ, അങ്ങനെ നിയമം. പക്ഷെ ഇത് തുണ്ടന് വേണ്ടിയിട്ടല്ല കല്യാണം ആലോചിച്ച് ചെല്ലണത്. തുണ്ടൻ്റെ അനുജൻ നീലന് വേണ്ടിയിട്ടാണ്. അതിന് പരിവേദനം എന്നാ പറയാ. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, അതും നിയമമാണ്. അപ്പോൾ ഈ പരിവേദനമാണ് കഴിക്കേണ്ടത്. മൂസിന് അതറിയാം. എന്തൊക്കെയോ പ്രശ്നങ്ങൾ മോളുടെ ജാതകത്തിലുണ്ടെന്ന് മൂസും ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ 15 തികഞ്ഞ പാപ്തിക്കുട്ടിക്ക് വിവാഹം ആലോചിച്ച് വന്ന തുണ്ടൻ്റെ അടുത്ത് വിവാഹത്തിന് സമ്മതം പറയുന്നു. നീലനുമായിട്ടുള്ള വിവാഹമൊക്കെ കഴിഞ്ഞു. ഇല്ലത്തേക്ക് കയറുമ്പോൾ തുണ്ടൻ അതാ പൂമുഖത്ത് തടഞ്ഞു നിൽക്കട്ടെ, വരട്ടെ, ഇങ്ങോട്ട് കയറാൻ വരട്ടെ. അതെന്താ? എല്ലാവരും ചോദ്യമായി. കാര്യം ഈ വേളിക്ക് ഏറ്റവും മുമ്പിൽ നിന്നിരുന്നത് തുണ്ടനാണേ. തുണ്ടൻ്റെ ആവശ്യമായിരുന്നു ഈ വേളി നടക്കുക എന്നുള്ളത്. പിന്നെന്താ ഇങ്ങനെ ഇപ്പോൾ? അത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അവനെ വിളിക്കുക. നീലൻ, അനിയൻ അറിയാൻ കാര്യങ്ങൾ. തുണ്ടൻ എന്ത് ചെയ്താ? ഇവിടെ കുടിവെക്കാൻ പറ്റില്ല എന്ന് ശപഥമെടുത്തു. ഇവിടെ പറ്റില്ല, വേറെ എവിടെ വെച്ചാൽ ആയിക്കോട്ടെ. താഴത്ത് മൂസ് മണ്ണിലിരുന്നു. പ്രതാപ്യ കൊണ്ട് കടഞ്ഞ കൗച്ചിലിരിക്കുക. വെണ്ണക്കല്ല് പോലെയാ അദ്ദേഹത്തെ കാണാൻ. വെണ്ണ കടഞ്ഞതുപോലെയാണ് മെയ്യൊക്കെ.
അദ്ദേഹത്തിൻ്റെ ഇരുവശങ്ങളിലും ഈ കാതിന് മുകളിലൂടെ എലിവാൽ കുടുമ നീട്ടിയ എങ്ങനെയാ, കുറച്ച് മുടി ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇങ്ങനെ നീട്ടാം അല്ലേ, അങ്ങനെ നീട്ടി പുറകിലേക്ക് ഇങ്ങനെ നീട്ടി വെച്ച 2 നമ്പൂരാരുണ്ട്. കാര്യസ്ഥൻ കേശവൻ എപ്പോൾ വിളിച്ചാലും വിളിപ്പുറത്തുണ്ട്. അപ്പം ഇദ്ദേഹത്തെ കാണാൻ പാലക്കാട് നിന്ന് ഒരാൾ വന്നിരിക്കുന്നു. മുഷിഞ്ഞ് കൂറ കുത്തിയ ഒരു വേഷം, അരയിൽ കെട്ടിയിരിക്കുന്ന തോർത്ത് ഏതാണ്ട് ദ്രവിച്ചില്ലാണ്ടാവാറായിട്ടുണ്ട്. അപ്പം അയാൾ കാണാൻ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്പൂരിയുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല. ഇദ്ദേഹം കേശവാ പറഞ്ഞ് വിളിക്കുന്നു. കേശവൻ ഓടി വന്നു. ഓ റാൻ എന്നാണ് വിളിക്കുക, ഏറാൻ മൂള എന്ന് പറയും, ഏറാൻ എന്ന് കേശവൻ. കേശവ, നമ്മുടെ ആനകൾ ഇപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? അതിപ്പോൾ കുട്ടിക്കൃഷ്ണനും പത്മനാഭനും മാത്രമേ ഉള്ളൂ. ഏയ് അത്ര വയ്യ കേശവ, സംശയമില്ല വയ്യ. ഏറാൻ ജന്മി കാര്യസ്ഥരിൽ വെച്ചും ജന്മിയായ കേശവൻ നായർ താണു നിന്നു. ഈണം പിടിച്ച് വായ നിറഞ്ഞു മുറിഞ്ഞ മുറുക്കാൻ കൈപ്പടം കൊണ്ട് പൊത്തിപ്പിടിച്ച് നിന്നു. ആ ശ്രീകരമായിട്ട് ഒരെണ്ണല്ലേ ആ ജന്തു, എന്താ അതിൻ്റെ പേര്? വികടായിട്ട് അടിയൻ അക്ബർ എന്ന് പറഞ്ഞൊരു ആന. അതന്നെ, എവിടാച്ചാലും നാളെ അതിനെ കൊണ്ടുപോയി നമ്മുടെ പാലക്കാട്ടെ കാട്ടിൽ കയറ്റി വിടുക. ഏറാൻ, അല്ല അതിപ്പോൾ എന്താ മനസ്സിലായില്ല എന്നുണ്ടോ? തിരുമേനി ചോദിക്കുക, ഈ നമ്പൂരി ചോദിക്കുക. മുഴുവൻ അങ്കട്, അങ്ങനെ തന്നെ കേട്ടോ എഴുതിയിരിക്കുന്നത്, മുഴുവൻ അങ്കട്. ഈ കേശവൻ ഇത്ര ഉണ്ട് പരുങ്ങല് അല്ലേ? ധരിച്ചില്ല കേട്ടോ. അടിയൻ, അതിനും ചീത്ത വിളിച്ചാലും അടിയൻ. എടോ, മറ്റന്നാളല്ലേ വൈസ്രോയ്ക്ക് വിരുന്ന്, മറന്നോ താൻ? അടിയൻ അപ്പോൾ ബഹുകമ്പ നായാട്ടിനെ ആന വെടിവെക്കാൻ തരാവോ എന്ന് ചോദിക്കണു. വൈസ്രോയി വരുമ്പോൾ നമ്മുടെ കാട്ടിൽ ആന കാണണ്ടേ, മനസ്സിലായോ? ചങ്ങല അഴിച്ച് വിടുക, ഒരാനയെ അങ്ങോട്ട് കാട്ടിലേക്ക് കയറ്റി വിടാൻ. വൈസ്രോയി വരണ്ട്, വൈസ്രോയ്ക്ക് വെടിവെക്കാൻ. ആ സമയത്ത് ഈ പാലക്കാട്ടിൽ നിന്ന് വന്ന ആൾ മുമ്പിലേക്ക് കയറി വരുന്നത്. പട്ര. എവിടുന്നാ? പാലക്കാട്ടിൽ നിന്നാ. വന്നിട്ട് ശിയായ ഉണ്ടില്ലേ? ഉവ്വ്, പിന്നെന്താ വേണ്ടത്? സർവേ പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രികൾ പറഞ്ഞു ഇല്ലത്ത്. ഉവ്വോ. സർവേയോടൊപ്പം ഇംഗ്ലീഷും പഠിച്ചിട്ടുണ്ടോ? ഉവ്വ്. വെള്ളക്കാരോടൊക്കെ സംസാരിക്കുമോ? തിരുമേനി നമ്പൂരി ചോദിക്കുക. ആവാം, എന്നാൽ അവിടെ നിന്നോളൂ, ആളാവശ്യമുണ്ട്. നാളെ ഞാൻ പാലക്കാട്ടേക്ക് പോകണ്ടേ, വൈസ്രോയോട് സംസാരിക്കാൻ ഒരാൾ വേണം. ഒരാളെ കിട്ടി. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കലവറയിൽ ചെന്ന് പറഞ്ഞാൽ മതി, കിട്ടും എന്ന് പറഞ്ഞ് അയാളെ അവിടെ നിന്ന് കൂട്ടുന്നു. അന്ന് ഈ ഇംഗ്ലീഷ് പറയുന്നവരോട് വലിയ ബഹുമാനമായിരുന്നു ആളുകൾക്ക്. ഈ ഇല്ലത്തുള്ളവരും ഇംഗ്ലീഷ് മ്ലേച്ഛ ഭാഷ എന്നാണല്ലോ പറയാ, പഠിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. സംസ്കൃതം പറയണ വായുകൊണ്ട് എങ്ങനെ മ്ലേച്ഛ ഭാഷ സംസാരിക്കാന്നാ. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും ഇംഗ്ലീഷ് പഠിക്കുന്നത് ഒരു പരിഷ്കാരമായിരുന്നു അന്നത്തെ കാലത്ത്. കുടുമ മുറിച്ച് ക്രോപ്പടിച്ച് കടുക്കനഴിച്ച് ഇംഗ്ലീഷ് പഠിച്ച പരിഷ്കാരമായി. അങ്ങനെ ഒരു കാലം. ഇനി ഇതിൽ ഞാൻ പറഞ്ഞ ഭാഗത്തിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ അക്ബർ എന്ന ആന ഒട്ടും മോശക്കാരനല്ല. പക്ഷേ ഏട്ടൻ തീരുമാനിച്ചു, അനിയനാണ് അതിനെ നോക്കിയിരുന്നത്, ഏട്ടൻ്റെ അനിയനാണോ, ഒരു നമ്പൂരിയുടെ അനിയനാണ് നോക്കിയിരുന്നത്. അപ്പോൾ ഈ അച്ഛൻ തിരുമേനിക്ക് മുമ്പ് ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്, ഒരു പിടിയാന വേണം, ഇല്ലത്തെ ആന പ്രസവിക്കണം. ഓരോ കമ്പം അങ്ങനെയാണല്ലോ പറയാ. പുറത്തുള്ളവർക്ക് കാണുമ്പോൾ ഓരോ ഭ്രാന്ത് എന്ന ആളുകൾ പറയുമെങ്കിലും ഇവർക്കുള്ളിൽ ഇതൊരു കമ്പം ആണ്. ഹേയ്, പൈസ കൊടുത്ത് ഒരു പിടിയാനെ വാങ്ങിക്കേ, അതെന്താ ഭ്രാന്താണോ എന്ന് ചോദിച്ചാൽ ഭ്രാന്തല്ല, അതൊരു കമ്പം. എന്താ, ഇല്ലത്തൊരാന പ്രസവിക്കണം, അത് നേരിട്ട് കാണണം, ഒരിഷ്ടം. അപ്പം അതിനു വേണ്ടി ഒരു പറമ്പ് ഒരുക്കിയിരിക്കണു.
ജലക്രീഡയ്ക്ക് ജലാശയം, പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അക്ബറിനെ അഴിച്ചു വിട്ടിരിക്കണു. ഇല്ലത്ത് വാങ്ങിയ പുതിയ ആന ലക്ഷ്മിക്കുട്ടീനെ അവിടെ വിട്ടിട്ടുണ്ട്. അവർക്ക് നടന്നുല്ലസിക്കാൻ. ഇത് ബംഗ്ലാവിലിരുന്ന് കാണാലോ. ബംഗ്ലാവിലിരുന്ന് കാണാം. ഇല്ലത്തൊരാന പെറണം. ലക്ഷ്മിക്കുട്ടിയും അക്ബറും അവിടെ ഇണ ചേരട്ടെ. ഇനിയുള്ള വാക്കുകളാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടിനെ കാണിക്കാനാണ്. കന്നക്കുഴി മാന്തി മദഗന്ധം കൊണ്ട് മസ്തകം പെരുപ്പിച്ച് കണകൊത്തിച്ച് പുളച്ച് ഇണയെ ഇടയ്ക്കിടയ്ക്ക് തുമ്പി കൊണ്ട് തട്ടി നടകൊണ്ട് മാന്തി ചുറ്റും നോക്കി പഴുത് തേടി ചെവിവട്ടം പിടിച്ച് നിൽക്കുന്ന കൊമ്പൻ്റെ സഹായത്തിന് മുരുളുന്ന പിടി. കൊമ്പൻ കൈപിടിച്ച് കിടത്തിയ ഇരുമരങ്ങൾക്കിടയിൽ കിടന്ന് കാന്തൻ്റെ കനം താങ്ങാനാവാതെ ഞെരുങ്ങുന്ന പിടിയുടെ മതമരഞ്ഞ നിലവിളി. ചുറ്റും പ്രസരിച്ച മതഗന്ധമേറ്റ് പുളഞ്ഞു ചങ്ങല വലിക്കുന്ന മറ്റാനകൾ. ആ എഴുത്തിൻ്റെ ഒരു രീതിയും ഭംഗിയും ആ സാഹിത്യത്തിൻ്റെ ഒരു യാത്രയും അത്ര മനോഹരമായിട്ടുള്ള പുസ്തകമാണ്. എല്ലാവരും വായിച്ചിട്ടില്ലാത്തവർ ഈ പുസ്തകം വായിക്കണം. വായിച്ചവർ ഒരിക്കൽ കൂടി വായിക്കണം. എന്തൊക്കെയോ അർത്ഥവ്യാപ്തികൾ ഇനിയും ഈ പുസ്തകം നമുക്ക് തുറന്നു തരാനുണ്ട് എന്ന അറിവോടെ, അറിഞ്ഞത് മുഴുവനും ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാവുന്നത് മാത്രമാണെന്നും അറിയാത്തത് കടലളവാണെന്നുമുള്ള തിരിച്ചറിവിൽ ഞാൻ എൻ്റെ ഈ കഥ ഇന്ന് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എന്നെ ഇവിടെ എത്തിച്ചേർത്ത കാലത്തിന് മാടമ്പ് മനയ്ക്ക്, മാടമ്പ് കുഞ്ഞുകുട്ടൻ മാഷിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ മക്കളുടെ മുന്നിൽ എന്നെ സ്നേഹത്തോടെ ക്ഷണിച്ച കിഷനേട്ടൻ്റെ മുന്നിൽ, എല്ലാവരുടെ മുന്നിലും ഞാൻ പ്രണമിക്കുന്നു, നന്ദി പറയുന്നു. സന്തോഷം. കഥ പറഞ്ഞു പറഞ്ഞ് ഞങ്ങളെ മറ്റൊരു കാലത്തിലേക്ക് കൊണ്ടുപോയി ശ്രീ പ്രിയൻ. കഥ കേട്ട് മതിയായില്ല. ഇനിയും ഒരുപാട് കഥകൾ പറയാൻ ശ്രീ പ്രിയന് കഴിയട്ടെ. ആശംസകൾ. താങ്ക് യു. തുടക്കത്തിൽ കിഷൻ പറഞ്ഞ ഭീകരൻ എന്നതിനൊരു തിരുത്ത്. കഥ പറയുന്ന സുന്ദരനായ ഭീകരൻ. മാടമ്പ് ഫൗണ്ടേഷന് വേണ്ടി ശ്രീ പ്രിയനെ സ്നേഹാദരങ്ങൾ സമർപ്പിക്കാൻ മാടമ്പിൻ്റെ സഹോദരൻ ശ്രീ രാജൻ മാടമ്പിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യത്തിന് മുമ്പായിട്ട് 2 വാചകം പറയാനുണ്ട്. കാരണം ഞാൻ മാടമ്പ് മനയിലേക്ക് എത്തിച്ചേരുന്നത് വടക്കുംപാട് നാരായണ മാഷ് വഴിക്കാണ്. അങ്ങനെ മാടമ്പ് തിരുമേനിയുമായിട്ട് അടുപ്പായി. അതുപോലെ തന്നെ മക്കളായിട്ടുള്ള ഹസീന ചേച്ചി, പിന്നെ അതുപോലെ തന്നെ ജെസ്സിന ഓപ്പിള്, മരുമക്കളായിട്ടുള്ള വിനോദേട്ടൻ, മാഷ്, എല്ലാവരും പരിചയപ്പെട്ടു. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ സ്വന്തം വീട്ടിൽ കിട്ടുന്ന സ്നേഹവും അതുപോലെ തന്നെ പരിഗണനയും കെയറിങ്ങും ഇതെനിക്ക് എല്ലാം മാടമ്പ് മനയിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ തവണയും ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മാടമ്പിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഇന്ന് മാടമ്പ് തിരുമേനിയുടെ ഓർമ്മ ദിനമാണ്. അത് നമ്മൾ 4 സെഷനായിട്ടാണ് നടത്തിയത്. ഒന്നാമത്തെ ഒരു ഉദ്ഘാടന സെഷനായിരുന്നു. അതിന് പുറകെ 3 വ്യത്യസ്തമായ സെഷനുകൾ കൂടി ഉണ്ടായിരുന്നു. ഒരു അവസാനത്തെ ചടങ്ങ് നന്ദി പ്രകടനം എന്ന നിലയ്ക്ക് ഞാൻ ആദ്യം മുതൽ ഒന്ന് കണ്ണോടിക്കുകയാണ്. ഇപ്പോൾ രാവിലെ 10 മണിക്ക് നമ്മൾ ഉദ്ഘാടന സെഷൻ നടത്തി. അതിൽ കഥ പറച്ചിലിൻ്റെ ഭാരതീയ വഴികൾ എന്ന വിഷയത്തെ അധികരിച്ച് പ്രൊഫസർ പി മധുസൂദനൻ നായർ അവർ ഇവിടെ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന് മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആ പ്രോഗ്രാമിൽ അധ്യക്ഷനായ VKN മാഷ്, വടക്കുംപാട് നാരായണ മാഷ്, മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഔപചാരികതയുടെ പേരിൽ നന്ദി പറഞ്ഞു.
അതുപോലെ ആ പ്രോഗ്രാമിന് സ്വാഗതം പറഞ്ഞ ദിവാകരേട്ടൻ, പിന്നെ അതുപോലെ തന്നെ പ്രാർത്ഥന ചൊല്ലിയ അരുണി, ഇവർക്ക് രണ്ടുപേർക്കും മാടമ്പ് ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി പറഞ്ഞോളൂ. ഇനി ഫസ്റ്റ്, അതായത് സംവാദങ്ങൾ തുടങ്ങിയ ഫസ്റ്റ് സെഷൻ മലയാള തിരക്കഥയുടെ പൈതൃകം എന്ന പേരിലാണ്. അപ്പോൾ അതിൽ പങ്കെടുത്ത സെലിബ്രിറ്റീസ് സത്യൻ അന്തിക്കാട്, പിന്നെ അതുപോലെ തന്നെ ലാൽ ജോസാണ്. ഇവിടെ ഈ രണ്ടാമത്തെ സെഷനിൽ നന്ദി പറയാനായിട്ടൊരു എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കാരണം നന്ദി പറയാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഈ അവസരത്തിൽ സത്യാന്തിക്കാട് സാറിനും ലാൽ ജോസ് സാറിനും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അപ്പം അതിന് ആമുഖ പ്രഭാഷണം നടത്തിയ ശ്രീ കിഷൻ മാടമ്പ്, അദ്ദേഹത്തോടും മാടമ്പ് ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ നന്ദി പറഞ്ഞ നന്ദി ഉണ്ടായിട്ടില്ല, ഡോക്ടർ ശ്രീകല ചേച്ചിയാണ്. പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം മലയാള തിരക്കഥയുടെ പരിണാമം എന്ന പേരിൽ ഒരു സംവാദം നടന്നു. അതിൽ പങ്കെടുത്ത് ശ്രീ ശ്യാമപ്രസാദ്, ശ്രീ മുരളി ഗോപി, ഇവർക്ക് രണ്ടുപേർക്കും മാടമ്പ് കുഞ്ഞൂട്ട ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇതേ സെഷൻ തന്നെ ആമുഖ പ്രസംഗം നടത്തിയ ശ്രീ കിഷൻ മാടമ്പ്, നന്ദി പറഞ്ഞ റിയ അരവിന്ദ്, രണ്ടുപേർക്കും മാടമ്പ് ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയിപ്പോൾ ഇത് അവസാനത്തെ സെഷനാണ്. മാടമ്പിൻ്റെ ഭ്രഷ്ടിനെ കുറിച്ച് അധികരിച്ച് ഒരു കഥ പറഞ്ഞ ശ്രീ പ്രിയരാജ് ഗോവിന്ദരാജ് അവർക്ക് മാടമ്പ് കുഞ്ഞൂട്ട ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതിന് സ്വാഗതം പറഞ്ഞ ഡോക്ടർ കിരാരമൂർത്തി സാർ, എൻ്റെ ഡോക്ടറാണ്, അദ്ദേഹത്തോടും മാടമ്പ് കുഞ്ഞൂട്ട ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് കൂടാതെ തന്നെ നമ്മൾ കാണാതെ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരുപാട് കൂട്ടരുണ്ട്. അതിലൊന്നാമത് നമ്മുടെ ഗായത്രി ഓപ്പിളാണ്, ഭംഗിയായിട്ട് ആങ്കർ ചെയ്തു. അപ്പം പ്രത്യേകിച്ചൊരു നന്ദിയുടെ ആവശ്യമില്ലെങ്കിൽ പോലും ഔപചാരികതയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ അതുപോലെ തന്നെ മാടമ്പ് കുഞ്ഞൂട്ടൻ അവരുടെ ഒരു ഫോട്ടോ ഭംഗിയായി വരച്ചുകൂടെ മാടമ്പ് കുഞ്ഞൂട്ടൻ ഫൗണ്ടേഷന് വേണ്ടി സമർപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് ജോമി എന്നാണ്. അപ്പോൾ ജോമി ചേട്ടനെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ FB ലൈവ് ടെലികാസ്റ്റ്, കാലത്ത് മുതൽ വൈകുന്നേരം വരെ FB ലൈവ് ടെലികാസ്റ്റ് നടത്തിയ രാജേട്ടനെ മാടമ്പ് കുഞ്ഞൂട്ടൻ ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ശബ്ദ സംവിധാനം ഒരുക്കുന്നത് ജയേഷാണ്. ജയേഷിനും മാടമ്പ് കുഞ്ഞൂട്ടൻ ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ അതേപോലെ സ്റ്റേജ്, പന്തൽ എന്നിവ ഒരുക്കിയ ജോസേട്ടനുണ്ട്. ജോസേട്ടനും മാടമ്പ് കുഞ്ഞൂട്ടൻ ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനി അതിൻ്റെ അപ്പുറത്തായിട്ട് സദസ്സാണ്, എൻ്റെ മുമ്പിലിരിക്കുന്ന സദസ്സാണ്. ഇപ്പോൾ ഈ 4 സെഷനിൽ ഉദ്ഘാടന സെഷൻ, പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്തമായ 3 സെഷനുകളിൽ പങ്കെടുക്കുകയും ഉദ്ഘാടന സെഷൻ കഴിഞ്ഞ് ഉള്ള 3 സെഷനുകളിൽ സശ്രദ്ധം വീക്ഷിക്കുകയും സജീവമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത മാന്യ സദസ്സിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഓൾറൗണ്ടറായിട്ട് നമ്മുടെ ജയേന്ദ്രേട്ടനുണ്ട്. നമ്മളാരും കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാം ഒരുക്കുന്നത് സ്വാമി എന്ന ജയേന്ദ്രൻ ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിന് മാടമ്പ് ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ കൊച്ചപ്പേട്ടനുണ്ട്. കൊച്ചപ്പേട്ടന് മാടമ്പ് കുഞ്ഞൂട്ട ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇതോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി മാഷേ. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും നന്ദി. അടുത്ത വർഷം 2027 മാടമ്പ് ഓർമ്മയുമായി നമുക്ക് വീണ്ടും ഈ മുറ്റത്ത് കൂടാം. താങ്ക് യു.